കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാക്കി. ബഹുമാനപ്പെട്ട കർത്തദാസന്മാർ, സഹോദരി സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും യുണൈറ്റഡ് ബഥേൽ AG വിമൻസ് സെക്ഷന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നാളെ പ്രഭാതത്തിൽ ഗലീലയിലെ കാനാവിലെ യോനാച്ചാന്റെയും കെസ്യാമ്മയുടെയും മകളുടെ വിവാഹം നടക്കുകയാണ്. ഇന്ന് രാത്രികാലം അവിടെ ഒരു വിരുന്ന് നടക്കുന്നുണ്ട്. ആ വിരുന്നിലേക്ക് ബൈബിളിലെ പുതിയ നിയമത്തിലെയും പഴയ നിയമത്തിലെയും സ്ത്രീ കഥാപാത്രങ്ങൾ എത്തുന്നു. അതോടൊപ്പം ആ വിവാഹം ഈ കാലഘട്ടത്തിൽ നടന്നാൽ എങ്ങനെയിരിക്കുമെന്ന് ഞങ്ങളിവിടെ ഞങ്ങളുടെ ഭാവനയിലൂടെ അവതരിപ്പിക്കുന്നു. ഈ രാത്രികാലം ആ വിരുന്നിലേക്ക് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്തായി മാർത്തേ, എല്ലാം റെഡി ആയോ? ഗസ്റ്റ് എല്ലാം വരാറായെന്ന് തോന്നുന്നു. നിനക്കിങ്ങനെ ഒന്ന് ചോദിച്ചാ മതിയല്ലോ. എനിക്കാണ് ഒരു കൈ സഹായത്തിന് ആളുപോലുമില്ല. ഇതിനല്ലേ ഞാൻ നയമാനപ്പനോട് സ്പെഷ്യൽ പെർമിഷൻ ചോദിച്ചിട്ട് നമ്മുടെ സുന്ദരി ബാലികയെ ഇവിടെ അസിസ്റ്റന്റ് ഷെഫായിട്ട് നിർത്തിയിരിക്കുന്നത്. അവളുള്ളതാണ് എന്റെ ഏക ആശ്രയം. അവളാകുമ്പോ എല്ലാം അങ്ങ് നോക്കിയും കണ്ടും ചെയ്തോളും. പിന്നെ മറിയേ, പറഞ്ഞില്ലാന്ന് വേണ്ട കേട്ടോ, നമ്മളെന്ത് ഫുഡിന്റെ ടേസ്റ്റ് പോലെ ഇരിക്കും നമ്മളുടെ ഭാവിയിലെ ബിസിനസിന്റെ ഫ്യൂച്ചർ കേട്ടോ. കൊച്ചമ്മേ, പെണ്ണിന്റെ അമ്മ പറയുന്നത് കേട്ടു. ബൈബിളിലെ പേരുകേട്ട റാണിമാരും കൊച്ചമ്മമാരും ഒക്കെയാണ് ഇന്നിവിടെ വരുന്നതെന്ന്. ഞാനും അങ്ങനെ കേട്ടത്. യേശുവും വരുന്നുണ്ടെന്ന്. മാർത്തേ, യേശു വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ആരും ഇങ്ങോട്ട് വിളിക്കണ്ട. പെണ്ണ് റെഡി ആയോന്ന് നൈസായിട്ട് ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. മോള് റെഡി ആയോന്ന് അറിയത്തില്ല. ബ്യൂട്ടീഷ്യൻ ഒരുക്കി സമയം പോകുന്നതും അറിയത്തില്ല. മാരിയ നോക്കാൻ പോയിട്ട് അവളെയും കാണുന്നില്ലല്ലോ. ആഹാ, ദാ അവർ വരുന്നുണ്ട്. Hi all, എങ്ങനെയുണ്ട്? Did you like the costume? I worked really hard to get her look more beautiful, and with that we used our own special beauty products too. I loved it. It's truly amazing. എന്റെ മോളാണെന്ന് കൂടി ഇപ്പൊ ആരും തിരിച്ചറിയത്തില്ല. അത്രയ്ക്കും മാറിപ്പോയി. We are planning to start our new brand at Cana, that is the Cana Beauty Salon. So please do recommend it to all who you know, okay? Of course, I can do that, but I would need a commission, okay? ഓ, മോള് നല്ല സുന്ദരിയായിരിക്കുന്നു. ഇവിടെ ഇരിക്കും മോളെ. മാർത്ത, ബാലിക, ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടോ? അമ്മേ, എനിക്കൊരു സെൽഫി എടുക്കണം. സ്റ്റാറ്റസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യാമല്ലോ. യേശുവിന്റെ അമ്മ വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. യേശുവും ശിഷ്യന്മാരും എല്ലാവരും നാളെ വരുമല്ലോ, അല്ലേ? വരുമെന്നേ. മിനിസ്റ്ററുടെ തിരക്കുണ്ടെങ്കിലും അവൻ എന്തായാലും വരാതിരിക്കില്ല. മറിയേ, മാർത്തയോടും ബാലികയോടും ഒന്ന് പറയണം. ഫ്രൂട്ട്സും ജ്യൂസും അതെല്ലാം ഒന്ന് സെറ്റാക്കി എല്ലാവരും കാണത്തക്കതുപോലെ ഒന്ന് വെക്കാൻ, കേട്ടോ? അല്ല, ആർക്കാണ് ഈ സംഗീത ശുശ്രൂഷ? അത് നമ്മുടെ മിരിയം മ്യൂസിക്കൽ വോയിസിനാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തായാലും നന്നായി. ഇപ്പോൾ അവർക്കാണ് ഡിമാൻഡ്. എല്ലാ മാരേജിനും അവിടെ ഫുൾ ടീംസ് ഉണ്ടാവും. ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ ഏത് ഭാഷയിലും പാടിക്കോളും. മിരിയം മ്യൂസിക് ടീം ഇങ്ങ് എത്തിയല്ലോ. Hello aunties, how are you all? Hey beauty bride, സുന്ദരി ആയിരിക്കുന്നല്ലോ. എന്റെ ഫുൾ ടീം ഉണ്ട്. അല്ല, അഹരോനും മോശയൊക്കെ എന്തു പറയുന്നു? മോശയും അഹ്റോനും അവര് ചർച്ച് മിനിസ്ട്രി ഒക്കെ ആയി തിരക്കായിട്ട് പോകുന്നു. മോളെ, ഏത് പാട്ടാണ് പാടുന്നേ? അല്ല, നമുക്ക് അറിയാവുന്ന കുറച്ച് പാട്ടൊക്കെ ഒന്ന് പാടണം കേട്ടോ. നോ വറീസ് ആന്റി, എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഓൾറെഡി കുറച്ച് പാട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഉണ്ടാവുമല്ലോ അല്ലേ? അത് നമുക്ക് സെറ്റ് ആക്കാം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മൈക്കെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. ദേ, നമ്മുടെ സൗമ്യലിന്റെ അമ്മ ഹന്നമ്മ വരുന്നുണ്ട്. ഞാൻ ലേറ്റ് ആയില്ലല്ലോ അല്ലേ? ഇല്ല സിസ്റ്റർ, എല്ലാവരും വരുന്നതേ ഉള്ളൂ.
ഷമോൽ മോൻ തിരക്കിലായതുകൊണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ ആരുമില്ലായിരുന്നു. പിന്നെ ഞാനൊരു ടാക്സി എടുത്താ വന്നത്. ഹന്നാമേ, എങ്ങനെയുണ്ട് സാമുവേൽ മോന്റെ മിനിസ്ട്രി ഒക്കെ? കുഴപ്പമില്ലാതെ പോകുന്നോ? യേശുവിന്റെ അമ്മേ, എല്ലാം നന്നായി പോകുന്നു. ദൈവസന്നിധിയിൽ ഒത്തിരി പ്രാർത്ഥിച്ചു കിട്ടിയ കുഞ്ഞാ. അവനിന്ന് വിശ്വസ്തയോടെ വേല ചെയ്യുന്നു. ഇത് കാണുന്നതിലും സന്തോഷം വേറെ എന്താ? ആഹാ, സഫീറ വരുന്നുണ്ടല്ലോ. ഇത് നിന്റെ ആ സ്വർണപ്പെട്ടിയല്ലേ? ഇത് നിനക്കൊന്ന് വീട്ടിൽ വെച്ചിട്ട് വന്നൂടെ സഫീറ? ഓ, ഇതോ? ഇത് 4 പേര് കാണാൻ വേണ്ടി ഞാൻ എപ്പോഴും കൊണ്ടു നടക്കുന്നതാ. അത് നന്നായി. ആ പിന്നെ, ഇതെന്റെ ഫ്രണ്ടാണേ. എന്റെ കൂടെ എല്ലായിടത്തും ഇവള് വരും. ഈ തള്ളക്ക് ഞാൻ വന്ന് ഒട്ടും പിടിച്ചില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെ ആര് മൈൻഡ് ചെയ്യുന്ന? കൊച്ചിന്റെ കല്യാണത്തിന് വേണ്ടിട്ട് ഞാനും അന്വേഷിച്ചനും എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒടുവിൽ അത് നടന്നല്ലോ. അല്ല, IELTS OET ഒക്കെ എഴുതി വല്ല UK കാനഡയിലോ ഒക്കെ പോയി ജീവിക്കാൻ പറയണം. മോളെ കൊണ്ട് പറയിപ്പിച്ചാലും മതിയെന്നേ. പിന്നെ കൊച്ചിന് ശ്രീധനം വല്ലതും കൊടുക്കുന്നുണ്ടോന്നേ? അവർ ഒന്നും ചോദിച്ചിട്ടില്ല. അവർക്ക് എന്റെ മോളെ മാത്രം മതി. അത് ഞങ്ങൾ അങ്ങ് കൊടുക്കുന്നു, അത്ര തന്നെ. നന്നായി ഒക്കെ ജീവിച്ചു കണ്ടാ മതിയായിരുന്നു. ആ മോളെക്കാളും ആ തള്ള ഒരുങ്ങി നിൽക്കുന്നത് കണ്ടോ? ആ, നമ്മുടെ ലേ ആണല്ലോ ആ വരുന്നത്. റെബേക്ക കാണുന്നില്ലല്ലോ. ലേയ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാൽ ലേയ നിന്നോട് പറഞ്ഞതല്ലേ നേരത്തെ വന്ന് ഇവിടെ എല്ലാം നോക്കിക്കണ്ട് ചെയ്യണമെന്ന്? അതിനെന്താ, എളുപ്പം ഞാൻ എല്ലാം ചെയ്തു കൊള്ളാം. യാക്കോബച്ചായ മൽപ്പിടുത്തത്തിന് പോയിട്ട് വന്നപ്പോൾ ലേറ്റായി. പോരാത്തതിന് കാലിന് മസിലും കയറി. അതുകൊണ്ട് റെബേക്കയ്ക്ക് വരാനും കഴിഞ്ഞില്ല. കാല് തിരുമ്മിക്കൊണ്ടിരിക്കുക. ഇപ്പം കുറച്ച് ആശ്വാസമുണ്ട്. മിസ്സസ് ലോത്ത് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അതെ, മിസ്സസ് ലോത്തിനെ കൊണ്ടുവരാൻ 2 പേരെ വേഗം അങ്ങോട്ടേക്കൊന്ന് അയക്കൂന്നേ. അവൾ വന്നല്ലോ. ഞാൻ കരുതി അവൾക്ക് വരാനൊക്കത്തില്ല, അതുകൊണ്ട് അവൾ വരുത്തതുമില്ല എന്ന്. എന്തോ ചെയ്യാനാ ആ കൊച്ചിന്റെ ഒരു കാര്യം. അവളെ പതുക്കെ അവിടെ ഒന്ന് ഇരുത്തോ. ബാലിക, മറിയ, അവളെ ഒന്ന് സഹായിച്ചേ. എന്നാ ഉണ്ട് സിസ്റ്ററെ, സുഖമായിരിക്കുന്നോ? എനിക്കിനി ഇതിൽ കൂടുതൽ എന്തോ സുഖം എന്റെ സിസ്റ്റേഴ്സേ. കണ്ടില്ല എന്റെ അവസ്ഥ. നിങ്ങൾ എല്ലാവരും ഒരുങ്ങി നല്ല സുന്ദരികളായിട്ടുണ്ടല്ലോ. അത് കയ്യിലിരിപ്പുണ്ട. ഇനി ഉപ്പിന് ക്ഷാമൊന്നും ഉണ്ടാകത്തില്ല. ആവശ്യമുള്ളപ്പോ പോയി ചൊരണ്ടി ഇങ്ങ് എടുത്താ മതി. ആ തലേ തുണിയിട്ടോണ്ട് വരുന്നത് ആരാണ്? ആ, അത് നമ്മുടെ ഹൗവാമ്മച്ചിയെ. പാവം, അവരുടെ ഒരു ഗതികേട്. എവിടെ പോയാലും അവരിങ്ങനെയാണ് നടക്കുന്നത്. ഹവ്വാമ്മച്ചി അകത്ത് കയറിയല്ലോ. ഇനി ആ തുണി അങ്ങ് മാറിയേക്ക്. രക്ഷപ്പെട്ടു, ആരും കണ്ടില്ല. ഹൗവാമ്മച്ചി, എന്തുണ്ട് വിശേഷം? കുറച്ച് ജ്യൂസോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ മറ്റൊന്നും എടുക്കട്ടെ? എന്റെ മോളെ, ഞാനിപ്പം ജ്യൂസും ഫ്രൂട്ട്സും ഒന്നും കഴിക്കാറേ ഇല്ല. പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ മോളെ. അത് പോട്ടെ സഹോദരി, അന്നൊരു തെറ്റു പറ്റി, അതങ്ങ് വിട്ടേക്കുന്നേ. ആ തെറ്റ് കാരണമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. സഫീറേ, അത് നമ്മുടെ നവോമിയും രൂത്തുമാ. ഒന്ന് നോക്കി, അവരെന്ത് സന്തോഷത്തോടാ ജീവിക്കുന്നത്. അവരുടെ മുഖത്തെ ആ സന്തോഷം കണ്ടോ? നീ നല്ല സുന്ദരിയായിരിക്കുന്നു. ഇങ്ങോട്ട് വന്നേ, വിശേഷം ചോദിക്കട്ടെ. അത് എന്റെ കുഞ്ഞുങ്ങൾ എന്നെ നല്ലതുപോലെ നോക്കുന്നത് കൊണ്ടാ യേശുവിന്റെ അമ്മേ. രൂത്തും ബോസും എന്നെ പൊന്നുപോലെയാ നോക്കുന്നേ. ബോവസ് വന്നില്ലേ രൂത്ത് മോളെ? ഇല്ല മാമേ, വയലിൽ കൊയ്ത്തിന് വേലക്കാരുണ്ട്. അച്ചായന് അവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇന്ന് വരില്ല. നാളെ രാവിലെ അങ്ങെത്തും. കല്യാണത്തിന് ഇവിടെ തന്നെ ഉണ്ടാകും. നമ്മുടെ ഓർപ്പ ഇപ്പൊ എവിടെയുണ്ട്? അവളുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ടോ? അവൾ അവിടെ പേരൻസിന്റെ കൂടെ സുഖമായിരിക്കുന്നു. ഇന്നലെയും കൂടി ഞങ്ങൾ ഒരു ബോട്ടം കോൾ ചെയ്തായിരുന്നു. എല്ലാരോടും അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. എന്നാലും നവോമി, ആ ഓർപ്പ നിന്നെ ഇട്ടിട്ട് പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് വിഷമം. ആ നവമിത്തുള്ള കാരണമായിരിക്കും. പാവ ഓർപ്പ മോള്. യേശുവിന്റെ അമ്മേ, എലിസബത്ത് വരുന്നുണ്ട് കേട്ടോ. ഓ എലിസബത്ത്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
വന്ദനം യേശുവിന്റെ അമ്മേ. പിള്ള അന്ന് എന്റെ ഉള്ളത്തിൽ കിടന്ന് തുള്ളിയത് ഇപ്പോഴും ഓർക്കുന്നു. ഈ പെണ്ണ് കണ്ടുപിടിച്ച ചെറുക്കൻ തന്നെയാ. ആ എനിക്കും അത് തോന്നി. നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ. ഇത് നല്ല പ്രാർത്ഥിക്കുന്ന കൃപാവരങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് ശാസിച്ച രണ്ടും കൂടെ ദാണ്ട് ആ കുഴിയിൽ പോയി കിടക്കും. രുതിയാ, നീ താമസിച്ചു പോയല്ലോ. അല്ലേലും സമയത്തിനൊന്നും വരാറില്ലല്ലോ. എന്റെ മോളെ, ഞാൻ വേറൊരു കല്യാണത്തിന് പോയിട്ട് വരികയാ. അവിടെ പൗലോസുപദേശിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോഴത്തെ ജനറേഷന്റെ വിവാഹവും അവരുടെ പരാജയങ്ങളുമാണ് കൂടുതൽ സംസാരിച്ചത്. എങ്ങനെ അവരെ ആത്മീയത്തിൽ ബലപ്പെടുത്താൻ പറ്റുമെന്നും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയുമായിരുന്നു. ഞാൻ അകത്തോട്ട് പോയി എല്ലാവരെയും ഒന്ന് കാണട്ടെ. എസ്തേർ രാജ്ഞി എഴുന്നള്ളുന്നു. എസ്തേർ രാജ്ഞി എഴുന്നള്ളുന്നു. രാജ്ഞിക്കുള്ള ഇരിപ്പിടം റെഡിയല്ലേ? ശുശ്രൂഷയും പെട്ടെന്ന് ആരംഭിക്കാം. ഇവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് രാജ്ഞിക്ക് മോർദെഖായി അങ്കിളായിട്ടുള്ള മീറ്റിംഗ് ഷെഡ്യൂൾ ആയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം പെട്ടെന്നാകട്ടെ. എസ്തേർ രാജ്ഞി ഇവരുടെ കല്യാണത്തിന് വരുന്നുണ്ടല്ലോ. ഇവര് വലിയ പുള്ളികളാണെന്ന് തോന്നുന്നല്ലോ. ഹലോ സിസ്റ്റേഴ്സ്, നമ്മുടെ ബ്രൈഡിനോട് എന്തെങ്കിലും ബ്ലെസ്സിങ്സോ വിഷസോ അറിയിക്കണമെങ്കിൽ അതിനുള്ള സമയമാണിപ്പോൾ നമുക്ക്. ദേ ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ ഇവിടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരിക്കലും എന്നെ പോലെ ആകരുത്. കർത്താവ് എന്താന്ന് വെച്ചാൽ പറയുന്നത് നമ്മൾ അങ്ങ് അനുസരിച്ചേക്കണം. മുമ്പോട്ടോ പിൻപോട്ടോ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും തിരിഞ്ഞു നോക്കാൻ പാടില്ല. എനിക്കും ഒരു കാര്യം പറയാനുണ്ട്. എന്റെ അച്ഛനാണ് എപ്പോഴും എന്നോട് പറയും തിരിഞ്ഞു നോക്കരുതെന്ന്. എന്നാലും ഞാൻ തിരിഞ്ഞു നോക്കിയേ പോകാറുള്ളൂ. എപ്പോഴാ പണി കിട്ടുന്നത് അറിയില്ല. എന്റെ ഹൃദയം തുറന്നപ്പോഴാണ് എനിക്ക് യേശുവിനെ കാണാൻ പറ്റിയതും യേശു പറഞ്ഞ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റിയതും എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. എന്റെ മോളോട് എനിക്ക് പറയാനുള്ളത്, ഇതുവരെയും നിങ്ങൾ രണ്ടുപേരായിരുന്നു, ഒറ്റയ്ക്കാണ് ഓടിയത്. ഇനി ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി ഓടണം. പിന്നെ പൗലോസ് ഉപദേശി പറഞ്ഞ ചില കാര്യങ്ങളും എനിക്കിവിടെ ഓർമ്മ വരുന്നു. ഭാര്യ ഭർത്താവിന് കീഴടങ്ങുക, സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ സകലത്തിലും കീഴടങ്ങുക. അതിന്റെ അർത്ഥം ഭർത്താവിനെ അടിമയാവുക എന്നല്ല, ഭർത്താവിനെ ബഹുമാനിക്കുക. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിന്റെ ഭർത്താവിനോടായിരിക്കണം. പിന്നെ പുരുഷൻ മണ്ണിൽ നിന്നാണ് ഉണ്ടായത്, അത് വേഗത്തിൽ ഉടഞ്ഞ് പൊടിയാകും. എന്നാൽ സ്ത്രീകൾ പൊടിയിൽ നിന്നല്ല, എല്ലിൽ നിന്നാണ് ഉണ്ടായത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ അടിച്ചു നേരെയാക്കാമെന്ന് ചിന്തിക്കുന്നത് ഭോഷത്വമാണ്. മോളെ, നീ അവനെ സ്നേഹിച്ച് അനുസരിച്ച് ബഹുമാനം കൊടുത്തും ജീവിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുന്ന ദിവസമാണ് വിവാഹം. ഭർത്താവിനോട് വിശ്വസ്തത പുലർത്തുക. ദൈവം ആദാമിന് ഇണയല്ല, തുണയാണ്, തക്ക തുണയാണ് നൽകിയത്. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുക. കുടുംബത്തെ സംബന്ധിച്ച എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ച് ആലോചിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു മാത്രം മുന്നോട്ട് പോവുക. പ്രാർത്ഥിക്കുന്ന കുടുംബമേ ഒന്നിച്ച് നിലനിൽക്കൂ. ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ പരസ്പരം കുറ്റപ്പെടുത്താതെ ഒരുമിച്ച് അതിനെ നേരിടുക. ഒരുമിച്ച് ആരാധനയ്ക്ക് കടന്നു പോവുക. കുടുംബജീവിതത്തിൽ എല്ലാവിധമായ അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എസ്തേർ രാജ്ഞി പറഞ്ഞാലും ഓടി വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. നാളെ വിവാഹിതയാകുന്ന നവവധുവിന് എന്റെ എല്ലാവിധമായ ആശംസകളും അറിയിക്കുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന എന്നെ ദൈവം എന്റെ രാജ്യത്തിന്റെയും ജനങ്ങളുടെയും നന്മയ്ക്കായി ഉപയോഗിച്ച് ഈ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുന്നത് ദൈവകൃപ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, മോള് കടന്നുപോകുന്ന കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും ആ ദേശത്തിനും ദൈവം ഒരു അനുഗ്രഹമാക്കി തീർക്കട്ടെ. നിങ്ങളുടെ കുടുംബജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് ധന്യമായി തീരുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ സമയം, സമ്പത്ത്, താലന്ത്, കഴിവുകളൊക്കെയും ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഉപയോഗിക്കുവാൻ ദൈവം കൃപ ചെയ്യട്ടെ. എല്ലാവിധമായ അനുഗ്രഹങ്ങളാലും ദൈവം നിറയ്ക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. ഗോഡ് ബ്ലെസ് യു. ഇനിയും ആരുമില്ലെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിലും ഞങ്ങളുടെ ഈ വലിയ സന്തോഷത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും എൻ്റെ കുഞ്ഞിനോട്
പറഞ്ഞു കൊടുത്ത എല്ലാ നല്ല ഉപദേശത്തിനും ഞാൻ വളരെ നന്ദിയുള്ളവളാണ്. എൻ്റെ ആത്മാർത്ഥമായ നന്ദിയെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കൂടാതെ നാളെ നടക്കുന്ന വിശുദ്ധ വിവാഹത്തിന് നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഞാൻ അതിനുവേണ്ടി പ്രത്യേകം ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു. മാറാനാഥ. മാറാനാഥ. കാനാവിലെ കല്യാണപ്പെണ്ണ് തന്റെ മണവാളനെ കാത്തിരുന്ന പോലെ നാം ഓരോരുത്തരും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനായി കാത്തിരിക്കുന്നു. കല്യാണപ്പെണ്ണ് അതിമനോഹരിയായി ഒരുങ്ങിയിരിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങളാൽ നാം നമ്മെ അലങ്കരിച്ചിട്ടുണ്ടോ? മത്തായി 24:42 നാം ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായക കൊണ്ട് ഉണർന്നിരിപ്പീൻ. ഇന്നിവിടെ കടന്നുവന്ന സ്ത്രീ കഥാപാത്രങ്ങൾ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് അവർ ഒരു മാതൃകയാണ്. എന്നാൽ ലോകത്തിന്റെ മോഹത്തെ വിട്ടുകളവാൻ മനസ്സില്ലാത്ത ലോത്തിന്റെ ഭാര്യയെപ്പോലെയോ, ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച ഹൗവായെപ്പോലെയോ, സമ്പത്തിനെ സ്നേഹിച്ച സഫീറയെപ്പോലെയോ അല്ല. ഹന്നായെപ്പോലെ പ്രാർത്ഥനാവീരരായും, നവോമി രൂത്തിനെ പോലെ സ്നേഹവും ഐക്യമത്യമുള്ളവരായി, എസ്തേറിനെ പോലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവാശ്രയം മുറുകെ പിടിക്കുന്നവരായി ജീവിച്ച് നമുക്ക് നമ്മുടെ കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം. നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ.